പ്രൈസ് ദി ലോർഡ്. ദൈവനാമം ഉണ്ടായിരിക്കട്ടെ. കർത്താവിന്റെ പാദപീഠത്തിൽ പ്രഭാതയാമത്തിൽ നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായിട്ടിരിക്കുന്ന തിരുവചനം മർക്കോസ് സുവിശേഷം 10-17 അവൻ പുറപ്പെട്ട് യാത്ര ചെയ്യുമ്പോൾ ഒരുവൻ ഓടി വന്ന് അവന്റെ മുമ്പിൽ മുട്ടുകുത്തി, നല്ല ഗുരു, നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്തു ചെയ്യണമെന്ന് അവനോട് ചോദിച്ചു. പ്രിയ ദൈവമക്കളെ, യേശുവിന്റെ അടുക്കൽ ഒരു യൗവനക്കാരൻ വന്ന് ചോദിക്കുന്ന ചോദ്യമാണ് ഇത്. മത്തായി സുവിശേഷത്തിലും മർക്കോസ് സുവിശേഷത്തിലും ലൂക്കോസ് സുവിശേഷത്തിലും നമുക്ക് ഈ വാക്യം കാണാൻ കഴിയുന്നുണ്ട്. നല്ല ഗുരു, നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്തു ചെയ്യണം? ഇവിടെ ദൈവഭക്തിയും ധനവും തമ്മിലുള്ള ആ ഒരു വിഷയത്തെ ആസ്പദമാക്കിയാണ് കാണാൻ കഴിയുന്നത്. യേശു എല്ലായിടത്തും പറയുന്ന ഒരു മറുപടി ഉണ്ട്. നീ പോയി നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. എന്തുകൊണ്ടാണ് യേശു ഇങ്ങനെ പറയുവാൻ കാരണം? അതായത് മുന്നമേ പറഞ്ഞതുപോലെ ധനവും ആ ദൈവഭക്തിയും കുറിച്ചാണ്. ഹല്ലേലൂയ. നാം പഴയ നിയമത്തിൽ നോക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 13-2 ഹല്ലേലൂയ, കന്നുകാലി, വെള്ളി, പൊന്ന് ഈ വകയിൽ അബ്രഹാം ബഹുസമ്പന്നനായിരുന്നു എന്ന് എഴുതിയിരുന്നത് കാണാം. പുതിയ നിയമത്തിൽ വന്നപ്പോഴേക്ക് ഈ ബഹുസമ്പന്നതയുടെ ഉപയോഗം ദൈവത്തെക്കാൾ കൂടുതലായി സമ്പത്തിൽ മനുഷ്യന്റെ മനസ്സ് മാറി തുടങ്ങി. നാം ഇപ്പോൾ ലോകപരമായി നോക്കുകയാണെങ്കിൽ ജനങ്ങൾ എങ്ങനെ സമ്പന്നനാകുവാൻ സാധിക്കും, എനിക്ക് എങ്ങനെ സമ്പത്തുണ്ടാക്കാൻ ഒക്കും, അതിനു വേണ്ടി നെട്ടോട്ടമോടുകയാ. അതായത് കൂട്ടിനു കൊടുത്ത് നീ മരിക്കും വരെ ഇവളെ സുഖത്തിലും ദുഃഖത്തിലും എല്ലാ വിധത്തിലും സംരക്ഷിക്കണമെന്ന് പറഞ്ഞു വിട്ട് ഹല്ലേലൂയ അല്പ ദിവസങ്ങൾക്ക് അല്ലെങ്കിൽ മാസങ്ങൾ കഴിയുമ്പോൾ സമ്പത്തിന്റെ പേരിൽ കൊലപ്പെടുത്തുന്ന നമ്മൾ കാണുന്നുണ്ട്. പ്രിയരെ, നോക്കൂ, മനുഷ്യന്റെ ഇന്നത്തെ അവസ്ഥ ഇതുപോലെ. ധനത്തിനു വേണ്ടി എന്തും ചെയ്യുവാൻ മടിക്കാതിരിക്കുന്നു. ഹല്ലേലൂയ. എന്തും ചെയ്യുന്നു. ഹല്ലേലൂയ. സമ്പത്ത് വർദ്ധിപ്പിക്കുവാൻ വേണ്ടി ഇവിടെ വന്ന് ചോദിക്കും, നല്ല ഗുരു, നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? യേശു പറഞ്ഞു, നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കണം. ഹല്ലേലൂയ. സമ്പത്തിലാണ്. ദൈവത്തിലുള്ള ആശ്രയം അവന്റെ കുറഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് നാം നോക്കുമ്പോൾ ഇതുപോലെയാണ് പ്രിയ ദൈവമക്കളെ. ദൈവത്തിലുള്ള ആശ്രയം നമ്മിൽ നിന്ന് കുറഞ്ഞിട്ട് എങ്ങനെ സമ്പത്തുണ്ടാക്കണം അതിനുവേണ്ടി സമയങ്ങൾ വേർതിരിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. അബ്രഹാം എവിടെ ചെല്ലുന്നു അവിടെയെല്ലാം എല്ലാ വിധത്തിലും സമ്പന്നനായി തീരുക ചെയ്യുന്ന കാരണമുണ്ട്. 24 ഉൽപ്പത്തി പുസ്തകത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ അബ്രഹാമിന്റെ ദാസൻ, യഹോവ എന്റെ യജമാനന് ഏറ്റവും അനുഗ്രഹിച്ചു, അവൻ മഹാനായി തീർന്നു, അവൻ ആടെ മാടെ പൊന്ന് വെള്ളി ദാസിദാസന്മാർ ഒട്ടകങ്ങൾ കഴുതകൾ എന്നിവയൊക്കെയും കൊടുത്തിരിക്കുന്നു. നോക്കൂ, ഈ വക സമ്പന്നന്മാർ എല്ലാമായിട്ടും അബ്രഹാം ദൈവത്തെ മറക്കുകയല്ല ചെയ്തത്. ദൈവത്തിൽ ആശ്രയിച്ച് ദൈവം അയക്കുന്നിടത്ത് പോയി ആരാധന കഴിച്ചു. ഹല്ലേലൂയ. യാഗം കഴിച്ചു. ഹല്ലേലൂയ. ആരാധനയ്ക്ക് മുൻതൂക്കം കൊടുത്തിരുന്നു. ഹല്ലേലൂയ. ഇന്നെന്താണ്? എവിടെയും സമ്പന്നനാകുവാൻ നോക്കുമ്പോൾ ആരാധനയ്ക്ക് വേണ്ടി സമയങ്ങൾ കണ്ടെത്തുന്നില്ല. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മൾ ആരാധനയ്ക്ക് വേണം മുന്നമേ സ്ഥാനം കൊടുക്കുവാൻ. ഹല്ലേലൂയ. ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏത് വ്യക്തിക്കും ദൈവിക അനുഗ്രഹങ്ങൾ ലഭിക്കും. മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ, അതോടുകൂടി സകലവും തരാവുന്ന വാക്ക് പറഞ്ഞ കർത്താവ് ഇന്നും ഹല്ലേലൂയ ആ വാക്ക് നിലനിൽക്കുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവവചനത്തിൽ സമ്പന്നനാകുവാൻ ആഗ്രഹിക്കുന്ന മക്കൾ, ഹല്ലേലൂയ, ദൈവ ആശ്രയത്തിൽ നിൽക്കുന്ന മക്കളെ കർത്താവ് ഒരിക്കലും കൈവിടുകയില്ല. യോബിനെ ഒന്ന് നോക്കൂ. യോബ് 1-3 പറയുന്നുണ്ട്, അവന് 7000 ആടും 3000 ഒട്ടവും 500 കാളയും 500 പെൺകഴുതയും മൃഗസമ്പത്തും ഹല്ലേലൂയ ഏറ്റവും വളരെ ദാസജനവും ഉണ്ടായിരുന്നു. അങ്ങനെ അവൻ സകല പൂർവ്വദിഗ്വാസികളിലും മഹാനായിരുന്നു. ഹല്ലേലൂയ. നോക്കൂ, ഇത്രയും മഹാനായിരുന്ന ബഹുസമ്പന്നനായിരുന്ന ഇയ്യോബ് ദൈവത്തെ വിളിക്കാതിരിക്കുകയാണോ ചെയ്തത്? അവൻ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഹല്ലേലൂയ ദൈവത്തെ വിളിക്കുകയും വേണ്ടുന്ന ഓരോ കാര്യത്തിലും ഹോമയാഗങ്ങൾ കഴിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഈ ഇയ്യോബിനെ പോലെ കഷ്ടം സഹിച്ച ഒരു വ്യക്തിയെ നമുക്ക്
കാണാൻ അല്ലെങ്കിൽ ബൈബിളിൽ അങ്ങനെ കാണാൻ കഴിയുന്നില്ല. എത്രമാത്രം കഷ്ടതയിലൂടെ പ്രയാസങ്ങളിലൂടെ എല്ലാം കടന്നുപോയ, എന്നിട്ട് നോക്ക് തൻ്റെ സ്വന്തം ഭാര്യ പോലും തള്ളി പറഞ്ഞപ്പോഴും ദൈവത്തെ യോബ് മുറുകെ പിടിച്ചു. അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രയാസങ്ങൾ കടന്നു വന്നാലും ദൈവത്തിൽ നിന്ന് നമ്മൾ മാറിപ്പോയത് കർത്താവിനുള്ള ആശ്രയത്തിൽ ഉറപ്പോടെ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മെ അനുഗ്രഹിക്കും. നമുക്ക് വേണ്ടുന്നിടത്തോളം തരുവാൻ സമ്പന്നനായ നമ്മുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ഒരു കാത്തിരിപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അതായത് നിത്യതയിലേക്കുള്ള കാത്തിരിപ്പ്. ഹല്ലേലൂയ. ഇന്ന് കാത്തിരിക്കുവാൻ വേണ്ടി നമ്മൾക്ക് ഒരുക്കമില്ല. നമ്മൾ അതിനുവേണ്ടി സമയം കണ്ടെത്തുന്നില്ല. എവിടെ എങ്ങനെ എളുപ്പം കാര്യങ്ങൾ സാധിക്കണം, അതിനു വേണ്ടിയാണ് നെട്ടോട്ടം ഓടുന്നത്. അതിനുള്ള പോംവഴികൾ നമ്മൾ കണ്ടെത്തുന്നു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, കർത്താവിന്റെ പാദപീഠത്തിൽ മുട്ടുകുത്തുകയാണെങ്കിൽ, യേശുപ്പന്റെ സന്നിധി കണ്ണുനീർ ഒഴുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വിഷയങ്ങൾക്ക് മറുപടി തരും. ഹല്ലേലൂയ. ആ കണ്ണുനീർ ഒപ്പുന്നത് കർത്താവ് മാത്രമാണ്. ഹല്ലേലൂയ. നമ്മുടെ വിഷയത്തിന് മറുപടി തരുന്നത് നമ്മുടെ കർത്താവ് മാത്രമാണ്. ഹല്ലേലൂയ. ഒരു കാത്തിരിപ്പ് ആവശ്യമാണ് പ്രിയ ദൈവമക്കളെ. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 26-13 പറയുന്നുണ്ട്, ഇസഹാക്ക് വർത്തിച്ച് മഹാനായി തീർന്നു. നോക്കൂ, ഇസഹാക്ക് ആ ദേശത്ത് വിതച്ചു. ആ ആണ്ടിൽ 100 മേനി വിളവ് കിട്ടി. യഹോവ അവനെ അനുഗ്രഹിച്ചു. യഹോവയെ അനുഗ്രഹിച്ചാൽ അനുഗ്രഹമാണ് പ്രിയ ദൈവമക്കളെ. എല്ലാം നിലനിൽക്കുന്നതും ശക്തമാകുന്നതുമാണ്. ഹല്ലേലൂയ. അത് ശാശ്വതമാകുന്നതാണ്. ഹല്ലേലൂയ. അല്ലാതെ മാനുഷികമായ രീതിയിൽ കുറെ സമ്പാദ്യം ഉണ്ടാക്കിയാൽ വേണ്ടുന്നത് പോലെ അതിൽ നിന്ന് അനുഭവിക്കുവാൻ സാധിക്കില്ല. അതെന്താ? നാം അതുണ്ടാക്കിയതാ. പക്ഷെ നമ്മുടെ കർത്താപ്പച്ചൻ അല്പം തന്നാ മതി. ഹല്ലേലൂയ. അത് നമുക്ക് ബഹുത്ത് ഹല്ലേലൂയ ആവശ്യം പോലെ ആയിത്തീരുന്നുണ്ട്. ഹല്ലേലൂയ. നോക്കൂ, നാം ദൈവഭക്തനായിരുന്നു ദൈവത്തിൽ നിന്ന് നേടിയെടുക്കുവാൻ ശ്രമിക്കുന്നതാണ് ഏറ്റവും അത്യുത്തമം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. മത്തായി എഴുതിയ സുവിശേഷം 27-57 കാണുന്നു, അരിമത്യക്കാരനായ യോസഫ് എന്ന ധനവാനെ കുറിച്ചു. ഈ യോസഫാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരം താൻ പാറയിൽ വെട്ടിച്ചിരുന്ന കല്ലറയിൽ അടക്കം ചെയ്തത്. ഹല്ലേലൂയ. നോക്കൂ, വിവിധ തരത്തിലുള്ള സമ്പന്നന്മാരെ നമുക്ക് കാണാൻ സാധിച്ചത്. അതായത് അബ്രഹാം, ഇയ്യോബ്, ഇസ്ഹാക്ക്, പുതിയ നിയമത്തിലെ യോസഫിനെയൊക്കെ. ഹല്ലേലൂയ. നാം വായിച്ച കുറുവാക്യം തന്നെ നോക്കൂ, നല്ല ഗുരു നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? ഹല്ലേലൂയ. നോക്കൂ, ഇവിടെ ഈ യൗവനക്കാരോട് യേശു പറഞ്ഞു, നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. നമ്മോടാണ് ഈ ചോദ്യമെങ്കിൽ നാം എന്ത് ചെയ്യും? പലപ്പോഴും യൗവനക്കാരനെ പോലെ നാം മാറിക്കളയും. ഹല്ലേലൂയ. ഇന്നത്തെ എന്താണ്? ഈ ധനമോഹം നമ്മെ നിത്യനാശത്തിലേക്കാണ് പ്രീതി മക്കളെ കൊണ്ടെത്തിക്കുന്നത്. ധനം നമുക്ക് ദോഷമായി തീരുന്നത് എപ്പോഴാണെന്നറിയാമോ? ദൈവഭക്തിയേക്കാൾ കൂടുതൽ നാം ധനത്തിൽ ആശ്രയിക്കുമ്പോഴാ, അതിൽ പ്രിയം വെക്കുമ്പോഴാ. ഹല്ലേലൂയ. നിന്റെ ധനം വിറ്റ് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞപ്പോൾ ആ വാക്ക് അനുസരിച്ചിരുന്നുവെങ്കിൽ ആ യൗവനക്കാരന് ഇതൊരു കുറവായി തോന്നുകയില്ലായിരുന്നു. അവൻ ഹല്ലേലൂയ പിന്മാറി, അതായത് കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് മാറിപ്പോകുകയില്ലായിരുന്നു. ഹല്ലേലൂയ. ധനവാന്മാർ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് വളരെ പ്രയാസമെന്ന വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. പ്രീതി മക്കളെ, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂല കാരണമാണ്. ആയതിനാൽ ദൈവസന്നിധിയിൽ നിന്ന് ലഭിക്കുന്ന ആത്മീയ ധനത്തിനായി നാം കാത്തിരിക്കണം. അതാണ് നിലനിൽക്കുന്നത്. ഹല്ലേലൂയ. നമ്മെ തന്നെ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കാം. ആരംഭ ദിനങ്ങളിൽ അപ്പന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഹല്ലേലൂയ. ആത്മീയമായി സമ്പന്നനാണോ? തീർച്ചയായിട്ടും നിന്നെ ഭൗതികമായിട്ടും ഹല്ലേലൂയ സമ്പന്നനാക്കുവാൻ കർത്താവിന് കഴിയും. ഒന്നിനും കുറവില്ലാത്ത കർത്താവിന്റെ കരത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. യാക്കോബ് പുസ്തകം 5-1 പറയുന്നു, അല്ലയോ ധനവാന്മാരെ, നിങ്ങളുടെ മേൽ വരുന്ന ദുരിതങ്ങൾ നിമിത്തം കരഞ്ഞു മുറയിടുവിൻ. ഹല്ലേലൂയ. നോക്കൂ, സ്വന്തം ധനത്തിൽ ആശ്രയിച്ച് നിൽക്കാതെ ഈ ദിനങ്ങളിൽ ദൈവനാമത്തിന് വേണ്ടി ഹല്ലേലൂയ ആവശ്യത്തിൽ ഇരിക്കുന്ന ജീവിതങ്ങളെ സഹായിച്ച് കർത്താവിന്റെ സന്നിധി നമ്മുടെ ആവശ്യങ്ങളൊക്കെ വെച്ച് ദൈവസന്നിധി നാം ആയിരിക്കുകയാണോ? തീർച്ചയായിട്ടും
നടത്തുന്ന കർത്താവ് നമുക്ക് വേണ്ടുന്ന എല്ലാം കരുതരും. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകാൻ നിങ്ങളുടെ സകല ചിന്താക്കുകളും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. ഹല്ലേലൂയ. കർത്താവിന്റെ കരങ്ങളിലേക്ക് ആരംഭ ദിനങ്ങളിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവമേ, അങ്ങയുടെ സന്നിധി ഞാൻ തന്നെ തരുന്നു. കർത്താവ് പച്ച, ഹല്ലേലൂയ, നിത്യജീവനെ അവകാശമാക്കുവാനുള്ള കൃപ എനിക്ക് തരണമേ. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. കർത്താവേ, ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലും ധനമോഹമൊക്കെ വിട്ടിട്ട്, ഹല്ലേലൂയ, യേശുവിലുള്ള മോഹത്തിലേക്ക് ഓരോരുത്തർക്കുമായി തിരുവാൻ സഹായിക്കണമേ. മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിച്ചു മുന്നേറുവാൻ ദൈവം ഇടയാക്കണം. കർത്താവേ, കരങ്ങളിൽ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവീയ അനുഗ്രഹത്താൽ ഒരു സമ്പന്നരായി തീരട്ടെ. അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട് ഓരോ മക്കളെയും അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം. അന്ത്യം വരെ വിശ്വസ്തയോട് നിൽക്കുവാൻ, കർത്താവിൽ ആശ്രയിച്ച് നിൽപ്പാൻ കൃപ ഓരോ മക്കളുടെ മേലും പകരണമേ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. ആമേൻ. പ്രാർത്ഥന കേട്ട് ഓരോ മക്കളെയും ദൈവം അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം. എല്ലാ മാനവും മൗത്തും കർത്താവിന്റെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.